ആമസോൺ, ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രിഡ്ജ് ആൻഡ് ടോർച്ച് പസിൽ. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: രാത്രി സമയത്ത് 4 സുഹൃത്തുക്കൾ ഒരു പാലത്തിന് അക്കരെ കടക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ കയ്യിൽ ആകെ ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ. ആ പാലത്തിലൂടെ 2 പേർക്ക് മാത്രമേ നടക്കാൻ കഴിയുള്ളൂ. ടോർച്ച് ഇല്ലാതെ ആർക്കും പാലം കടക്കാനാവില്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തർക്കും പാലം കടക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ആള് 1 മിനിറ്റ്, എ എന്ന വ്യക്തി എന്ന് പറയാം. ബി എന്ന ആള് 2 മിനിറ്റാണ് ഒരു പാലം കടക്കാൻ എടുക്കുന്ന സമയം. സി എന്ന ആള് 5 മിനിറ്റാണ് എടുക്കുന്ന സമയം. ഡി എന്ന വ്യക്തി 10 മിനിറ്റാണ് എടുക്കുന്ന സമയം. എല്ലാവർക്കും 2 പേര് ഒരുമിച്ച് നടക്കുമ്പോൾ അവരിൽ ഏറ്റവും സാവധാനം നടക്കുന്ന ആളുടെ വേഗതയിലായിരിക്കും 2 പേര് നീങ്ങുന്നത്. ഉദാഹരണത്തിന് എയും ഡിയും കൂടി പോയാൽ 10 മിനിറ്റ് എടുക്കും. ഈ ടോർച്ചുമായിട്ട് തിരിച്ച് വന്ന് മറ്റ് 2 പേരെ കൊണ്ടുപോകണം. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ചോദ്യം ഇതാണ്: എങ്ങനെ ഈ 4 പേരെയും വെറും 17 മിനിറ്റിനുള്ളിൽ പാലം കടത്താം? സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഈ ഫാസ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ, എയും ബിയും ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ, അവരെ ആദ്യം കടത്തി, പിന്നെ അടുത്ത ഫാസ്റ്റ് വരുന്നത് സി ആണ്, അവരെ പിന്നീട് കടത്തി. അത് 5 മിനിറ്റാണ്. അത് അവരെ പിന്നീട് ആ ഒരു രീതിയാണ് ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, പേഴ്സൺ എയും ബിയും കൂടി ഇത് കിടക്കുകയാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ആൾ 1 മിനിറ്റും ബി എന്ന് പറഞ്ഞ ആൾ 2 മിനിറ്റാണ്. എ എന്നുള്ള വ്യക്തി ഇതിന് തിരിച്ച് ടോർച്ചുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇക്കരെ വരികയാണ്. ഇപ്പോൾ ഈ ഒരു ഫ്ലോയിൽ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്ലോ, പേഴ്സൺ എ ഇക്കരെ വന്നു, ഇയാൾ സി എന്നുള്ള വ്യക്തിയുമായിട്ട് ബ്രിഡ്ജ് കടക്കുകയാണ്. 5 മിനിറ്റ്. കാരണം ഏറ്റവും സ്ലോവിൽ പോകുന്ന ആളുടെ ടൈമാണ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്നത് 5 + 1 ആണ് 6 മിനിറ്റ്സ്. ഇപ്പോൾ ടോട്ടൽ സോഫാർ കിട്ടിയത് 9 മിനിറ്റ് ആണ് അല്ലേ. ഇപ്പോൾ പേഴ്സൺ എ വീണ്ടും ഈ കരയിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഡി എന്നുള്ള വ്യക്തിയാണ്. പേഴ്സൺ എ ഡിയുമായിട്ട് ബ്രിഡ്ജ് കടക്കുന്നു. അപ്പോൾ ഇവിടെ ഡിയുടെ സമയം വരുന്നത് 10 മിനിറ്റാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 9 മിനിറ്റ്സ് ഓൾറെഡി സ്പെൻഡ് ചെയ്തു. അതിനോട് കൂടെ ഈ 10 മിനിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 19 മിനിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. പക്ഷേ ഇത് നമ്മുടെ ഈ പസിലിൻ്റെ ഒരു പ്രധാന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 17 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ പേഴ്സൺ എയും ബിയും ആദ്യത്തെ തന്നെ അവർ കടക്കുന്നു. പേഴ്സൺ എ തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ടോട്ടൽ കടക്കാനെടുത്ത സമയം ബിയുടെ 2 മിനിറ്റും പേഴ്സൺ എയുടെ 1 മിനിറ്റുമാണ്. പേഴ്സൺ സി, പേഴ്സൺ ഡിയും കൂടി, അതായത് ഏറ്റവും സ്ലോയിൽ മൂവ് ചെയ്യുന്ന 2 പേരെ നമ്മൾ അക്കരെ കടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സ്ലോയിൽ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ പേഴ്സൺ ഡി ആണ്, 10 മിനിറ്റ്. അപ്പോൾ അവർ ബ്രിഡ്ജ് കടന്നു. ഓക്കെ, ഇനി പേഴ്സൺ ബി നേരത്തെ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരികയാണ് ടോർച്ചുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇപ്പോൾ ടോട്ടൽ സമയം എടുത്തത് 10 + 2 ആണ്. ഓക്കെ, ഇപ്പോൾ 12 മിനിറ്റ്സ് ആണ് ഈ ഫ്ലോയ്ക്ക് മാത്രം എടുത്തത്. ഇപ്പോൾ ടോട്ടൽ സോഫാർ വന്നത് 12 + 3 15 മിനിറ്റ്സ് എടുത്തു. ഇപ്പോൾ നമുക്കറിയാം ഇക്കരെ പേഴ്സൺ എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സൺ എയും ബിയും കൂടി ബ്രിഡ്ജ് കിടക്കുകയാണ്. ഓക്കെ, ഇവർക്ക് 2 മിനിറ്റാണ് മാക്സിമം എടുക്കുക. കാരണം ബി എന്നുള്ള വ്യക്തിയുടെ ടൈം 2 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് കാണാം 17 മിനിറ്റ്സ് ആണ് ഈ ഒരു പ്രോസസ്സിന് വന്നത്. ഇത് ഉദ്യോഗാർത്ഥികളുടെ ടൈം മാനേജ്മെൻറ്റ്, റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അളക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.